നാളെ 2026 ഓഗസ്റ്റ് മാസം 17 ചിങ്ങമാസം 1-ാം തീയതി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷത്തെയും എന്നതുപോലെ ഈ വർഷവും ചിങ്ങം 1-ന് ആണ്ടിപ്പിറപ്പ് ദിവസം 1008 തേങ്ങയുടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗണപതി ഹോമത്തിന് ശേഷം ഭക്തജനങ്ങൾക്കുള്ള പ്രസാദ വിതരണം ഉണ്ടാവും. അന്നത്തെ ദിവസം നാളെ വൈകുന്നേരം 5 മണിക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നാടകശാലയിൽ സാംസ്കാരിക സമ്മേളനം നടക്കുന്നു. ബഹുമാനായ അമ്പലപ്പുഴ MLA മുൻ മന്ത്രിയുമായ ശ്രീ G. സുധാകരൻ അവറുകൾ സാംസ്കാരിക സമ്മേളനം അമ്പലപ്പുഴയിലെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി കർക്കിടക മാസത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ മാതൃഭൂമിയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും ആയി ചേർന്ന് നടത്തിയ രാമായണ പ്രശ്നോത്തരിയുടെ സമ്മാന വിതരണവും നാളെയാണ് നടക്കുക. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ബഹുമാനായ MLA G. സുധാകരൻ അവറുകളാണ് സമ്മാനദാനം നിർവഹിക്കുന്നത്. കഴിഞ്ഞ 9-ാം തീയതി ഓഗസ്റ്റ് മാസം 9-ാം തീയതി ക്ഷേത്രത്തിൽ നടന്ന മാതൃഭൂമിയും ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡുമായി ചേർന്ന് നടത്തിയ രാമായണ പ്രശ്നോത്തരിയിൽ 5, 6, 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ഒരു വിഭാഗവും 8, 9, 10 എന്ന രീതിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് മറ്റൊരു വിഭാഗവും +1 തൊട്ട് ഡിഗ്രി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി മൂന്നാമത് ഒരു വിഭാഗവുമായി 3 വിഭാഗമായിട്ടാണ് മത്സരം നടത്തിയത്. മാതൃഭൂമിയുടെ എഡിറ്റർ ഉൾപ്പെടെ മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും ക്ഷേത്ര ഉപദേശ സമിതിയും അമ്പലപ്പുഴയിലെ ബഹുമാനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അടക്കം പങ്കെടുത്ത ആ പ്രശ്നോത്തരിയിൽ സമ്മാനർഹരായ 10 പേർക്ക് ഓരോ വിഭാഗത്തിലെയും 3 പേര് വെച്ചും അധികമായി വന്ന ഒരു സമ്മാനാർഹയ്ക്കും ഉൾപ്പെടെ 10 പേർക്കുള്ള സമ്മാനദാനം നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. എല്ലാ അമ്പലപ്പുഴ ഭഗവാന്റെ ഭക്തജനങ്ങളെയും നാളെ വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലോട്ട് ഉപദേശക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നാളെ വൈകുന്നേരം 5 മണിക്ക് നാടകശാലയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.